എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ അധികം മാറേണ്ട ആവശ്യമില്ല. ഇനി ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ബീൻസ് ചേർക്കാം. ഞാനിവിടെ 400 ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത്. അധികം മൂക്കാത്ത ബീൻസ് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയ പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ള മുളകാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ ഇത് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട്. ബീൻസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് സമയം ഇതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി ഉലർത്തിയെടുക്കണം. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം പൊടിച്ചത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടൻ ചോറിൻ്റെ ഒപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.